ഹലോ ഗായ്സ്, നമ്മുടെ ആര്യൻകുട്ടൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുമാത്രമല്ല ഇന്ന് അവിടെ റെസ്റ്റോറൻറ്റും കൂടി ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. അവർക്ക് ഷാപ്പ് ഉണ്ടായിരുന്നു, കൂടെ തന്നെ ഇപ്പോൾ ഹവാനി എന്ന പേരിൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേർത്തല പുത്തനങ്ങാടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും പോയി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേക്കും. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കൂടുതലും നാടൻ ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇനോഗ്രേഷന് മന്ത്രിയാണ് വന്നത്. പുള്ളിയുടെ പേര് ഞാൻ ആക്ച്വലി മറന്നു. എനിവേസ്, അപ്പോൾ ഈ കുറുമ്പ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അകത്ത് കയറി ഞാൻ ചെറിയ ക്ലിപ്പിങ്സ് എടുത്തോളൂ. ഇവളെ പിടിച്ചിട്ട് പുറത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോപ്പർ പൊട്ടണ കണ്ടിട്ട് കൊച്ച് നന്നായിട്ട് പേടിച്ചു. പക്ഷേ എനിക്ക് തിരിച്ച് പിടിക്കുന്നതുകൊണ്ട് അവളുടെ പേടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലൊക്കെ കയറി. പിന്നെ നമുക്ക് അവിടെ നിന്ന് പായസം ഉണ്ടായിരുന്നു, ചായ, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പായസമാണ് കുടിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചത് സേമിയാണെന്ന്. സേമിയ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ സേമിയ അല്ലായിരുന്നു. ചേച്ചി ഇവളും കൂടി കുടിക്കണം എന്നപ്പോഴാണ് ഇത് അടപ്പായസമാണ്. പ്രഥമനല്ല, പാലടാക്കി പാലടയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പാലട ഇഷ്ടമാണോ അല്ലേന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അപ്പം അതിനെ കൂടി നന്നായിട്ട് ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട്. ആ നെറ്റിയിലൊക്കെ ആയപ്പോൾ തൂത്ത് മൊത്തം കരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ തൂത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയി ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിലോപ്പി കറി, താറാവ് ഒരു രക്ഷയില്ല ഗൈസ്. നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, നല്ല അടിപൊളി സാധനമായിരുന്നു. മസ്റ്റ് ട്രൈ ആണ് ഗൈസ് താറാവ്. അപ്പോൾ അതൊക്കെ കഴിച്ചത്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ, ഈ റെഡ് വെൽവെറ്റിൻ്റെ. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.